സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നെന്നാരോപിച്ച് ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഗവർണർക്കും കേരള സർവകലാശാലയിലെ സമരത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ രൂക്ഷ വിമർശനമാണ് SFI ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഏത് VD സതീശൻ? ദാ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. SFIക്കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത്. RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ yes, we are ഗുണ്ടാസ്, we are fighting RSS. കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. സർവകലാശാല വളപ്പിൽ പ്രതിഷേധിച്ച ASF പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. സർവകലാശാലയ്ക്ക് പുറത്ത് DYFIയും AIYFും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. കോഴിക്കോട് എന്നിവിടങ്ങളിലും SFI പ്രതിഷേധ മാർച്ച് നടത്തി. റെനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദിനത്തിലും നമ്മൾ കണ്ടു, അത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്നുള്ള നിലയിൽ അത് രാജ്ഭവന് മുന്നിൽ സംസ്ഥാനത്തെ AIYFിൻ്റെയും SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രതിഷേധമാണ്. സമരവീര്യം ചോരുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു SFI പ്രവർത്തകർ. എന്താണെന്ന് സംഭവിച്ചത്? അതിനിടെ രജിസ്ട്രാർ എത്തിയാൽ പോലും തടയണം എന്നൊരു നിർദ്ദേശം VCയുടെ ഭാഗത്ത് നിന്ന് വരുന്നതും ആ നിർദ്ദേശം അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പോലും അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഇന്നത്തെ വാർത്താപ്പകലിൽ നമ്മൾ കണ്ടുറിഞ്ഞു. തീർച്ചയായും റജിത്ത്, എന്തായാലും സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു VCയും അതുപോലെ തന്നെ ഗവർണറും എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുകയായിരുന്നു SFI. തുടർന്നാണ് ഇന്ന് രാജ്ഭവനിലേക്ക് വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ മാർച്ച് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാജ്ഭവനിൽ എത്തിയ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു. പക്ഷേ ബാരിക്കേഡ് എല്ലാം തന്നെ തകർത്തുകൊണ്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് സംഘ് VC അറബിക്കടൽ എന്ന മുദ്രാവാക്യമുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് മുന്നോടിയായി ഏകദേശം 10 തവണയോളം പോലീസ് ഇവർക്കെതിരെ SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയിലെ ജലം മുഴുവൻ തീർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അതുവരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ പ്രവർത്തകർ മുന്നോട്ട് തന്നെയായിരുന്നു, പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഒടുവിൽ ഈ ടിയർ ഗ്യാസ് ഉപയോഗിക്കും എന്നുള്ള, കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. ഒടുവിൽ പ്രവർത്തകർ തന്നെ സ്വയം പിന്നോട്ട് തിരിയുവാൻ വേണ്ടി, കാര്യം 3 തരത്തിലാണ് പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത്. വെള്ളയമ്പലം ജംഗ്ഷനിൽ ബാരിക്കേഡ് വെച്ച് ആദ്യം ലെയർ ക്രമീകരിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനം ഒരുക്കി. രണ്ടാമത് 2 ബസ്സുകൾ ഈ രാജ്ഭവന്റെ തൊട്ട് മുന്നിലിട്ടുകൊണ്ട് ഒരു മതിൽ പണിയുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ പിന്നിലും ബാരിക്കേഡ് വെച്ച് രാജ്ഭവന്റെ പ്രധാന കവാടത്തിലും സുരക്ഷയൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ
എത്തിയതുപോലെയുള്ള ഒരു ആവേശമില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. SFI പ്രവർത്തകർ പിന്തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും VD സതീശനെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാജീവ് ചന്ദ്രശേഖരനാണ് ഈ VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി നൽകുന്നതൊപ്പം VD സതീശനാണോ VD സവർക്കറാണോ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സംശയവും മുന്നിൽ വിളക്കു തെളിയിക്കുന്ന VD സതീശന്റെ ചിത്രം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അതേസമയം സർവകലാശാല ആസ്ഥാനത്തും രാവിലെ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥർക്ക് രജിസ്ട്രാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തടയണം എന്നുള്ളൊരു നിർദ്ദേശം. പക്ഷേ ഈ സെക്യൂരിറ്റി ജീവനക്കാരൊന്നും തന്നെ അത് ചെവിക്കൊണ്ടില്ല എന്ന് വേണം നമുക്ക് എടുത്തു പറയേണ്ടുന്നത്. രജിസ്ട്രാർ അനിൽകുമാർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് AIYF വലിയ പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഇവർക്ക് നേരെ